ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു ഓംലെറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓംലെറ്റ് എന്ന് പറയുമ്പം നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഓംലെറ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയത്തില്ല എന്ന്. ശരിയാണ്, സാധാരണ നമ്മൾ ഓംലെറ്റ് തയ്യാറാക്കുന്ന പോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഫില്ലിങ്ങും കൂടെ വെച്ചിട്ടാണ് ഇതിനെ ഒരു വ്യത്യസ്തമാക്കുന്നത്. ഇത് നമുക്കൊരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇടനേരത്ത് സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഈ ഓംലെറ്റ് വേണ്ടിയിട്ട് 4 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടയിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിന് പകരമായിട്ട് 1 ടേബിൾ സ്പൂൺ പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓംലെറ്റ് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ സോയാ സോസ് ഒഴിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരല്പം ഉപ്പ് അതിൽ നിന്ന് ഉണ്ടാവും. അപ്പം ബാക്കിയുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് എത്രയാണോ അത്രയും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു ചെറിയ പിടി പുതിനയില ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളകാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ഒരു അല്പം ഉപ്പ്. ഇനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം തേങ്ങായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നമ്മൾ സാധാരണ പുതിന ചമ്മന്തി അരയ്ക്കുന്നത് പോലെ തന്നെ ഒരു ചട്നി ആയിട്ട് അരച്ചെടുക്കുക. ഇനി നമ്മൾ ഓംലെറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സാധാരണ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ടിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് ആയി വരുമ്പോഴത്തേക്കും മറിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് ഈ പാനിൽ നിന്ന് മാറ്റുക. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് കട്ടിയിൽ തന്നെ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ആദ്യം ഉണ്ടാക്കിയത് തീർത്തും കട്ടി കുറഞ്ഞു പോയി, അതുകൊണ്ട് മറിച്ചിടാൻ പാടായിരുന്നു. അതുകൂടാതെ നമ്മൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് ആ പുതിനയുടെ കൂട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് കട്ടിയിലിരുന്ന് കഴിഞ്ഞാലേ അത് നന്നായിട്ട് ഒന്ന് സ്റ്റഫ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമത് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് കട്ടിയിൽ തന്നെയാണ് ഓംലെറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതും ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ചുമിട്ട് ഒന്ന് വേവിച്ചിട്ട് നമുക്ക് പാനിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ആദ്യത്തെ ഓംലെറ്റാണിത്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുതിനയുടെ ചമ്മന്തി ഉണ്ടല്ലോ, അത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആവുന്നത് പോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പം നമുക്ക് ആ പുതിനയുടെ ടേസ്റ്റ് എത്രത്തോളം ഇഷ്ടമാണോ അതനുസരിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ആ ഫ്ലേവർ വരുന്നത് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ രണ്ടാമത് തയ്യാറാക്കിയ ഓംലെറ്റും കൂടെ ഇതുപോലെ ഒരു സാൻഡ്വിച്ച് പോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം ഒരു സ്ലൈസൊക്കെ മതിയാവും ഒരാൾക്ക്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വെറൈറ്റി ഓംലെറ്റ്. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു വിശപ്പൊക്കെ തോന്നുമ്പോൾ ഓടിപ്പോയി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. ആ മിൻറ്റിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു ടേസ്റ്റും ഇഷ്ടമാകും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ മറക്കാതെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യണം. എന്നാലേ ഉള്ളൂ ഞാൻ പുതിയ റെസിപ്പികൾ അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പം നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.